ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോ സ്മാർട്ട് ഫോണിൽ കാണുന്നവരാണെങ്കിൽ, അങ്ങനെ ഒരാൾ നിങ്ങളെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനൊരു കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഈ വീഡിയോ എനിക്ക് തോന്നുന്നൊരു 10% താഴെ ആൾക്കാർ മാത്രമേ ഇത് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഡെസ്ക്ടോപ്പോ ഒക്കെ ഉപയോഗിച്ച് കാണുന്നവരുള്ളൂ, അല്ലെങ്കിൽ ടെലിവിഷൻ സെറ്റിൽ കാണുന്നവരുള്ളൂ. 90% പേരും സ്മാർട്ട് ഫോണിലായിരിക്കും ഇത്തരം വീഡിയോസ് കാണുക. അപ്പോൾ ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കരുതാം, നമ്മുടെ ഇന്നത്തെ സ്മാർട്ട് ഫോൺ യൂസിൻ്റെ ഒരു ശരാശരി തോതിനെ സൂചിപ്പിക്കാൻ. നമ്മൾ പലരും, എനിക്ക് തോന്നുന്നു, സ്ക്രീൻ ടൈം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഓവർ യൂസ് ചെയ്യുന്നവരാണ് സ്മാർട്ട് ഫോണിനെ. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്ത സമയത്താണെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതിയാണ് ഓവർ തിങ്കിങ്. പല വിദ്യാർത്ഥികളൊക്കെ പറയുന്നതാണ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോകേണ്ട സമയമാകുന്ന എപ്പോഴാണെന്ന് പോലും അറിയുന്നില്ല. പലപ്പോഴും ഫോൺ എടുത്തില്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണ്. എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കാട് കയറി അങ്ങനെ പോകും. ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ തന്നെ സമയം പോകും. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പലരും എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് ആവശ്യമാണെന്ന് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? അതിന് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നത് വായനയാണ്. പഴയ മോഡൽ പരിപാടിയാണ് സംഭവം, പക്ഷേ നല്ല പുസ്തകങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയ റീഡ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൈ നോക്കാവുന്ന നല്ലൊരു രീതിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ശീലമാണ് വായന. നല്ലൊരു ആക്ടിവിറ്റിയാണ്. മാനസികമായ ഉല്ലാസത്തിന്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇൻഫോർമേറ്റീവാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു സൈക്കോളജിക്കലായ ഒരു ഡിസിപ്ലിൻ വായനയ്ക്ക് നൽകാനും സാധിക്കും. ഭാഷാപരമായും വളരെ നല്ല ബെനിഫിറ്റ്സ് വായനയ്ക്കുണ്ട്. ഞാൻ പൊതുവിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയുള്ള പുസ്തകങ്ങൾ വളരെ ഇഷ്ടമാണ് വായിക്കാൻ. ഇംഗ്ലീഷ് ഭാഷയോട് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. എൻ്റെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മേജർ എടുത്ത് ഞാൻ പഠിക്കാൻ കാരണം തന്നെ എനിക്ക് ആ ഭാഷയോടും അതിൻ്റെ സാഹിത്യത്തോടും ഒക്കെയുള്ള താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എൻ്റെ വായനയിൽ 90% ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എന്നോട് കടന്നു വരാറുള്ളത്. അങ്ങനെ ഇതിനിടയിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് എൻ്റെ വായനയിലേക്ക് കടന്നു വന്ന ഒരു പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേരാണ് വാൽഹല്ല റൈസിംഗ് എന്നുള്ളത്. അത് എഴുതിയിരിക്കുന്ന ക്ലൈവ് കസ്ലർ എന്ന എഴുത്തുകാരനാണ്. ക്ലൈവ് കസ്ലറിൻ്റെ വാൽഹല്ല റൈസിംഗ് എന്ന പുസ്തകമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അത്യാവശ്യം സൈസ് ഉണ്ട്, കാണാമല്ലോ. 500 പേജിൽ കൂടുതലുണ്ട് ഈ പുസ്തകത്തിന്. ടോട്ടൽ പേജ് 537 പേജോളം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പെൻഗ്വിൻ ബുക്സ് ആണ്. ഇതൊരു കുറച്ച് പഴയ കോപ്പിയാണ്. ഞാനിത് വാങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എൻ്റെ ഹോം ലൈബ്രറിയിൽ തന്നെയുള്ള ഒരു കോപ്പിയാണ്. ഇത് ഞാൻ വായിക്കുന്നത് പക്ഷേ കുറച്ച് വൈകിയാണെന്ന് മാത്രം. നിരവധി കാരണങ്ങൾ, സമയം കിട്ടാത്തത്, അതിനൊക്കെ കാരണം കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ പേജസ് കുറച്ച് യെല്ലോയിഷ് ആയിട്ടുണ്ട്. കുറച്ച് യെല്ലോ കളറൊക്കെ വീഡിയോയിൽ കാണുന്നത്ര യെല്ലോ കളർ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇല്ല. പക്ഷേ ഇതിൻ്റെ കുറച്ച് സ്പെക്സ്, കുറച്ച് ഡോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. കാലപ്പഴക്കം കൊണ്ടുവന്നത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ കാലപ്പഴക്കം കൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും വായനാനുഭവത്തിൽ യാതൊരുവിധ കുറവുമില്ല. ഒരുപക്ഷെ ആ ഒരു പഴയ ആൻഷ്യൻ്റ് ബുക്കൊക്കെ എടുത്ത് വായിക്കുന്ന ഒരു ഫീല് ഈ കളർ ചേഞ്ച് ഒക്കെ ഇതിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ എഴുത്തുകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലൈവ് കസ്ലർ ഒരുപാട് ത്രില്ലേഴ്സ് എഴുതിയിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. ഈ പുസ്തകവും ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു പുസ്തകമാണ്, നോവലാണ്. ത്രില്ലർ എന്ന കാറ്റഗറി നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു. ക്ലൈവ് കസ്ലർ is the author or co-author of a great number of best-selling novels, including the famous Dirk Pitt Adventures. ഡർക്ക് പിറ്റ് എന്നാണ് ഈ നോവലിൻ്റെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര്. അത് കവറിൻ്റെ പുറത്ത് തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡർക്ക് പിറ്റ് നോവൽ എന്ന്. അതായത് നമ്മൾ സിനിമയുടെ പോസ്റ്ററൊക്കെ കാണുമല്ലോ, മോഹൻലാൽ ഫിലിം, മമ്മൂട്ടി ഫിലിം എന്നൊക്കെ കാണുന്ന പോലെയാണ്. ഈ കഥാപാത്രത്തിൻ്റെ പേര് വലിയ ക്യാപ്ഷൻസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ പേരിൽ തന്നെ കുറേ നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് തന്നെ കുറേ നോവലുകൾ എഴുതിയിട്ടുണ്ട്. സച്ച് ആസ് ആർട്ടിക് ഡ്രിഫ്റ്റ്, ദ ന്യൂമ ഫയൽസ് അഡ്വെഞ്ചേഴ്സ്, മോസ്റ്റ് റീസെൻ്റ്ലി മെഡ്യൂസ, ദി ഒറിഗൺ ഫയൽസ്, സച്ച് ആസ് കോർസെയർ ആൻഡ് ഹിസ്റ്റോറിക്കൽ അഡ്വെഞ്ചേഴ്സ് വിച്ച് ബിഗാൻ വിത്ത് ദ ചേസ്. അരിസോണയിലാണ്, US അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു. എങ്കിലും ആ സമയത്താണ് ഞാൻ ഈ പുസ്തകം വാങ്ങിയതെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ.
അദ്ദേഹത്തിൻ്റെ മറ്റ് നോവൽസ് ആർട്ടിക് ഡ്രിഫ്റ്റ്, ട്രഷർ ഓഫ് ഖാൻ, അറ്റ്ലാന്റിസ് ഫൗണ്ട്, ബ്ലാക്ക് വിൻഡ്, മെഡ്യൂസ, കോർസെയർ, ഇങ്ങനെ നിരവധി നോവലുകളുണ്ട്. ചിലത് അദ്ദേഹം സ്വന്തമായി എഴുതിയതാണ്. ആർട്ടിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഡേർക്ക് കസ്ലർ എന്ന തൻ്റെ മകനോടൊത്ത് ചേർന്ന് എഴുതിയതാണ്, ഡേർക്ക് കസ്ലർ. അതുപോലെ ട്രഷർ ഓഫ് ഖാനും അതുപോലെ തന്നെയാണ്, കോ ഓത്തേർഡാണ്. അറ്റ്ലാന്റിസ് ഫൗണ്ട് അദ്ദേഹം സ്വന്തമായി എഴുതിയതാണ്. അതുപോലെ നമ്മൾ ഈ വായിക്കാൻ എടുത്തിരിക്കുന്ന വൽഹല്ല റൈസിംഗ് സ്വന്തമായി അദ്ദേഹം എഴുതിയതാണ്, കോ ഓത്തേർഡ് അല്ല, വേറൊരു എഴുത്തുകാരനുമായി കമ്പൈൻഡ് വർക്ക് അല്ല ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ നോവലിൻ്റെ ഒരു കഥാ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും തുടങ്ങിയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. തുടക്കത്തിൽ തന്നെ ഒരു വൈക്കിംഗ് ഷിപ്പിൻ്റെ ഒക്കെ ഒരു ഒരു ചെറിയൊരു ഡ്രോയിങ് ഒക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, രേഖാചിത്രമാണ്. അപ്പം ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് തന്നെ വാൽഹല്ല റൈസിംഗ്. വാൽഹല്ല കേട്ടോ ചിലർക്കൊക്കെ അറിയായിരിക്കും. വാൽഹല്ല എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന് ശേഷം മനുഷ്യർ മരണത്തിൻ്റെ ആ ഒരു വാതിൽ കടന്നെത്തിച്ചേരുന്ന ഒരു ഏരിയ ആണ്. ഒരു എന്താ പറയുക, നമ്മൾ പറയാറില്ലേ സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്ന പോലെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെത്തുന്ന ഒരു സ്ഥലമാണ് വാൽഹല്ല എന്നുള്ളതാണ്. ഈ ഒരു വൈക്കിംഗ് മെത്തോളജിയിൽ വരുന്നൊരു സ്ഥലമാണത്. വൈക്കിങ്സിൻ്റെ ബിലീഫ് സിസ്റ്റമാണത്. അപ്പോൾ അവരുടെ വിശ്വാസം വെച്ച് വാൽഹല്ല എന്നുള്ള ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. വാൽഹല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പേരിലുള്ള മരണദൂതന്മാരെ കുറിച്ചും പറയാറുണ്ട്. ഏഞ്ചൽസ് ഓഫ് ഡെത്തിനെ കുറിച്ചും അങ്ങനെയുള്ള കുറച്ച് ഏഞ്ചൽസിൻ്റെ പേരും വാൽഹല്ല എന്ന് പറയാറുണ്ട്. വാൽഹല്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഏഞ്ചൽസ് ഓഫ് ഡെത്ത് എന്നൊരർത്ഥവും കൽപ്പിക്കാറുണ്ട്. അത്തരത്തിലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ ആ പേരിൽ കുറച്ച് കാര്യമുണ്ട് എന്നുള്ളതാണ്. വാൽഹല്ല റൈസിംഗ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത്രയും വലിയ എഴുത്തുകാരൻ്റെ പേര് ഇത്രയും വലുതാണ്, നോവലിൻ്റെ ഇത്രയും ചെറുതാണ്. അപ്പോൾ അതെന്നെ കാണിക്കുന്നത് ഈ എഴുത്തുകാരൻ ഒരുപാട് ഫാൻ ബേസും ഒരുപാട് ഒരു സപ്പോർട്ടുള്ള എഴുത്തുകാരനാണെന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയുള്ള നോവലുകളുടെ പേരുകൾ സൂചിപ്പിക്കുന്നത് അതാണ്. പേരിലുള്ള ഈ ഒരു ടൈപ്പ് ലെറ്ററിങ് കണ്ടാൽ അറിയാം. ലെറ്ററിങ് വലുത് നോവലിൻ്റെ പേര് ആണെങ്കിൽ എഴുത്തുകാരൻ പുതിയ ആളായിരിക്കും, വലിയ ഫേമസ് ഒന്നും ആയിരിക്കില്ല. അതേപോലെ തന്നെ എഴുത്തുകാരൻ്റെ പേരാണ് വലുതെങ്കിൽ തീർച്ചയായിട്ടും ആ എഴുത്തുകാരൻ്റെ പേരിലാണ് ഈ നോവൽ സെല് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് 100% ഉറപ്പായ കാര്യം. അപ്പോൾ എഴുത്തുകാരൻ്റെ ഫാൻ ബേസിനെയാണ് അവർ തൃപ്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പെൻഗ്വിനാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ കഥ തുടങ്ങുന്നത് ഒരു വൈക്കിംഗ് റെയ്ഡിലാണ്. വൈക്കിങ്സിൻ്റെ ഒരു ഷിപ്പ് നോർത്ത് അമേരിക്കയിൽ എത്തുന്നതാണ് കഥ തുടങ്ങുന്നത്. അവിടെ നിന്ന് ആ റെയ്ഡിങ് ടീമിന് എന്ത് സംഭവിക്കുന്നു എന്നിടത്ത് ആ ഇൻട്രൊഡക്ഷൻ അവസാനിക്കുകയാണ്. അതൊരു ഇൻട്രൊഡക്ഷനാണ്, ഒരു പ്രോലോഗ് എന്ന് പറയാം. ആ പ്രോലോഗായിട്ട് ഇൻടു ഒബ്ലിവിയൻ എന്ന ആ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രോലോഗായിട്ടാണ് അത് പറയുന്നത്. 1035 AD കഥയാണത് പറഞ്ഞു തുടങ്ങുന്നത്. നോർത്ത് അമേരിക്കയിൽ 1035 AD വൈക്കിങ്സ് എത്തുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. അവർ നോർത്ത് അമേരിക്കൻസ് ആയിട്ടുള്ള ഫസ്റ്റ് നേഷൻസ്, അവിടെയുള്ള ആദിവാസികളെ, നമ്മൾ അവിടുത്തെ പഴയ കൊളംബസ് ഒക്കെ റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ വിളിച്ച ആദിവാസികളുണ്ടല്ലോ, അവരെ കണ്ടുമുട്ടുന്നതും അവരുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനും, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള ഇൻറ്ററാക്ഷനും ഒക്കെയാണ്. അവരെ സ്ക്രെയിലിങ്സ് എന്നാണ് ഈ വൈക്കിംഗ് ഭാഷയിൽ അവർ വിളിക്കുന്നത്, സ്ക്രെയിലിങ്സ്. അപ്പോൾ സ്ക്രെയിലിങ്സുമായിട്ട് ഇവരെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്, ആ ഡീലിൽ എന്ത് പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോലോഗിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ചൊരു മെൻഷനും ഇല്ല. അപ്പം നമ്മൾ വിചാരിക്കും അത് എന്തിനാണ് അവിടെ ചേർത്തത്, എന്തിനാണ് ഈ കഥയിൽ ആ പ്രോലോഗ് കൊടുത്തത്, നമ്മൾ വെറുതെ കൊതിപ്പിച്ചു. കാരണം ആ ഭാഗം വായിക്കാൻ ഭയങ്കര രസമാണ്. ഒരു കുറച്ച് ഹിസ്റ്ററിയും കൂടി ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ് ആ ഫസ്റ്റ് വായന എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തു ആ ഒരു പ്രോലോഗ് വായിച്ചിട്ട്. കാരണം സ്വാഭാവികമായിട്ട് എനിക്ക് ഹിസ്റ്ററി കുറച്ച് ഇഷ്ടമുള്ള കേസിലാണ്. മാത്രമല്ല ഈ വൈക്കിംഗ് ഒക്കെ ഞാൻ കുറച്ചൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ് വൈക്കിംഗ് ഹിസ്റ്ററിയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്തു. പക്ഷേ അത് പിന്നീട് അതിനെക്കുറിച്ച് അഡ്രസ്സ് ഇല്ല, ഞാൻ വിചാരിച്ചത് തീർന്നു, എന്തിനാണ് ഇത് ഫസ്റ്റ് ഉൾപ്പെടുത്തിയതെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് അതിൻ്റെ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് ഗംഭീരമായൊരു പ്ലോട്ട് ട്വിസ്റ്റാണ് അവിടെ നടക്കുന്നത്. ഈ ഒരു വൈക്കിങ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സ്റ്റോറിയുടെ മെയിൻ ലൈനിലേക്ക് വരികയും അതിനെ നന്നായിട്ട് തന്നെ ക്ലബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എഴുത്തുകാരൻ. അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ഫിക്ഷൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ജൂൾസ് വേൺ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ടല്ലോ, ഫ്രഞ്ച് റൈറ്റർ ജൂൾസ് വേൺ. അദ്ദേഹത്തിൻ്റെ ഒരു കടലിനടിയിൽ പോകുന്നൊരു സ്റ്റോറി ഉണ്ട്.
20,000 ലീഗ് അണ്ടർ ദ സീ എന്ന് പറഞ്ഞിട്ടൊരു പഴയൊരു നോവലുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ നോവലിലെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഒരു ക്യാപ്റ്റൻ, ഒരു മുങ്ങിക്കപ്പൽ, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഴുത്തുകാരൻ. നമ്മുടെ ആ ഡാവിഞ്ചി കോഡൊക്കെ ഇല്ല, അതുപോലെ കുറച്ച് കോഡ് സോൾവിങ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടി ഇതിനകത്ത് കുറച്ചൊക്കെ വരുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവരും കുറച്ച് ചരിത്രവും ഹിസ്റ്റോറിക്കൽ ഫിക്ഷനും ഒക്കെ അത്യാവശ്യം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സയൻസ് ഫിക്ഷൻ ഓഥറായിട്ടുള്ള ജൂൾസ് വേണിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു നോവലിനെ കുറിച്ചുള്ള പരാമർശങ്ങളും അതിലെ ചില കഥാപാത്രങ്ങളെ പിന്നീട് കൊണ്ടുവരുന്നതൊക്കെ ഈ നോവലിനെ കുറിച്ച് എടുത്തു പറയേണ്ട കുറച്ച് രസകരങ്ങളായ കാര്യങ്ങളാണ്. എനിക്ക് വളരെ പോസിറ്റീവായി തോന്നിയ കാര്യങ്ങളാണ്. സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അത്തരം ഒരു ക്ലാസിക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, സെക്കൻഡ് വേൾഡ് വാർ സമയത്ത്, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് നടക്കുന്ന, ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയാൻ പറ്റില്ല, അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പം എസ്പെഷ്യലി നേവിയിൽ, അതായത് യൂറോപ്യൻ ഫോഴ്സിൻ്റെ ഒക്കെ ബ്രിട്ടീഷ് നേവിയുടെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലറാണ് ഈ വാൽഹല്ല റൈസിംഗ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നോവലിൻ്റെ ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗവും ഡേർക്ക് പിറ്റിൻ്റെ അഡ്വഞ്ചർ തന്നെയാണ്. ഒരു മിസ്റ്ററി സോൾവ് ചെയ്യാൻ അദ്ദേഹം പോകുന്നതും ആ മിസ്റ്ററിയിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഡേഞ്ചർ, കുറച്ച് എക്സ്ട്രാ ക്യാരക്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അല്ലാതെയുള്ള കുറച്ച് ഔട്ട്സൈഡേഴ്സും ഒക്കെയുള്ള ക്യാരക്ടേഴ്സിലേക്ക് വരുന്നുണ്ട്. അവരുടെ ലൈഫ്, തീർച്ചയായിട്ടും വലിയ ശക്തനായ എനിമി അവർക്കുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. ആ എനിമിയിൽ നിന്നുള്ള രക്ഷ, ആ എനിമിയെ ഫൈറ്റ് ചെയ്യൽ, ഇതൊക്കെയാണ് ഒബ്വിയസ്ലി ആദ്യത്തെ കുറേ ഭാഗങ്ങൾ, മുക്കാൽ ഭാഗം എന്ന് പറയാം. പിന്നീടാണ് ഈ ജൂൾസ് വേണിൻ്റെ സ്റ്റോറി കയറി വരുന്നത്. അതുപോലെ തന്നെ ആ മിസ്റ്ററി സോൾവ് ചെയ്യുമ്പോഴാണ് വൈക്കിംഗ് സ്റ്റോറി തിരിച്ചു വരുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രോലോഗിൽ പറഞ്ഞ വൈക്കിംഗ് സ്റ്റോറി, അത് ഗംഭീരമായി, അവിടെയൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു നോവൽ. ഇനി ഇതിൻ്റെ ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ഐ തോട്ട് ദാറ്റ് ദ ലാംഗ്വേജ് ഓഫ് ദിസ് നോവൽ വാസ് ഇൻ സർട്ടൺ ഏരിയസ്, ഐ വുഡ് സേ, എല്ലായിടത്തും ഒന്നും ഞാൻ പറയില്ല, ചില ഏരിയാസിൽ ഈ നോവലിൻ്റെ ഭാഷ നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. കാരണം ഒന്നാമത് ഇതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമ്മളോട് ഒരു കുട്ടിയെ ഇരുത്തി പറഞ്ഞു തരുന്ന പോലെ, എന്താ പറയുക, ഒരു കുറച്ച് എമച്ചറിഷ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ചില ലാംഗ്വേജസ്, ചില സെൻറ്റൻസുകളൊക്കെ വല്ലാതെ ഓപ്പണാണ്. ഐ മീൻ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം ഇങ്ങനെ വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞു തരുന്ന പോലെ തോന്നുന്നു നമുക്ക്. മനസ്സിലായോ? നമുക്കൊരു പ്ലെയിൻ, ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് നമ്മൾ ചില കാര്യങ്ങൾ, എന്താ പറയുക, ഒരു മിസ്റ്ററി ആയാൽ പോലും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുട്ടികളുടെ ബുക്ക് വായിക്കുന്ന ഒരു ഫീല് ചില സ്ഥലത്തൊക്കെ എനിക്ക് ലഭിച്ചു. ദാറ്റ് വാസ് വെരി വെരി ഇറിറ്റേറ്റിംഗ്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അത് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. കാരണം ഇത് എന്തെന്നാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വായനാനുഭവം മോശമില്ല, സ്മൂത്തായിട്ട് റീഡ് ചെയ്ത് പോകാവുന്നതുകൊണ്ട് ഈ തടിച്ച പുസ്തകങ്ങൾ വായിച്ച് തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വായിച്ച് കുറേയൊക്കെ മുമ്പോട്ട് പോയി ഞാൻ. Towards the end, obviously, as I said, there is obviously excitement and entertainment, everything is there, some history is there, some science fiction is there, some history fiction is also there. I won't call it historical fiction, I think I should call it history fiction or fictional history. അങ്ങനെ ഒരു ഫിക്ഷണൽ ഹിസ്റ്ററിയും ഇതിൻ്റെ അകത്തുണ്ട്. Having said that, obviously there is no pardoning the author for that occasionally cringe simpleton language. അതിന് എഴുത്തുകാരനോട് ക്ഷമിക്കാനൊന്നും പറ്റില്ല, അത് കുറച്ച് കടന്നു കയറിപ്പോയി. ഭാഷ വളരെ സിംപ്ലിസ്റ്റിക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരു നമുക്കൊരു വായനക്കാരന് ഗസ് ചെയ്യാനോ അല്ലെങ്കിൽ വായനക്കാരൻ്റെ ചില കാര്യങ്ങൾ വായനക്കാരൻ്റെ ഇഷ്ടത്തിനോ ചിന്തിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ വിടണ്ടേ, അത് വിടുന്നില്ല, എന്താ ചെയ്യാം. പിന്നെ ഇതിലുള്ള പല ഈ ബുക്കിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയത് ഞാൻ കണ്ടു, പലരും, സെവറൽ റീഡേഴ്സ് അക്രോസ് ദ വേൾഡ്, ഓക്കെ, ഇന്റർനാഷണലി ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, പലരും അക്നോളജ് ചെയ്തൊരു കാര്യം, ഈ പുസ്തകത്തിൽ ഒരു ഭയങ്കരമായ പ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നല്ല സ്ട്രോങ് ആണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പ്ലോട്ട്, ബേസ്ഡ് ഓൺ പ്ലോട്ട്, ബിക്കോസ് ക്ലൈവ് കസ്ലർ ഇസ് നോൺ ഫോർ ഹിസ് പ്ലോട്ടിംഗ് ടെക്നീക്സ്. ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ കേരളത്തിൽ പ്രത്യേകമായിട്ട് ഇപ്പോഴത്തെ ഒരു ചേഞ്ച്ഡ് ആയിട്ടുള്ള അക്കാഡമിക് എൻവയൺമെൻറ്റിൽ വാട്ട് ഇസ് പ്ലോട്ട് എന്നൊക്കെ, ക്രിയേറ്റീവ് റൈറ്റിംഗ്, അതൊക്കെ കുറച്ചും കൂടിയും സീരിയസ് ആയി പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ
പണ്ടൊന്നും നമ്മൾ അതിനെക്കുറിച്ച് അത്ര ബോധമായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കൊന്ന് ആ ഒരു അവയർനെസ് വരുന്നുണ്ട്. പ്ലോട്ട് എന്നൊക്കെയുള്ള വാക്കുകൾ ഇപ്പോൾ അതുകൊണ്ട് പലരും കേട്ടിട്ടുണ്ടാവും. പ്ലോട്ട്. ക്ലൈവ് കസ്ലർ നല്ല മാസ്റ്റർഫുള്ളി പ്ലോട്ട് ചെയ്യുന്ന എഴുത്തുകാരനാണെന്നാണ് പൊതുവിൽ ഞാൻ പല വീഡിയോസിലും പല റിവ്യൂസിലും ഒക്കെ പലരും പറയുന്നത് കേട്ടത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 100% ഐ തിങ്ക് ഐ ഷുഡ് ഗിവ് ഇറ്റ് ടു ഹിം. ഹി ഈസ് എക്സലൻറ്റ് ഇൻ ദിസ് പ്ലോട്ടിങ്, ബ്രില്യൻ്റ്ലി പ്ലോട്ടഡ് ബുക്ക്. ശരിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് സില്ലി ആയിട്ടും കുറച്ച് ആ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു ലാംഗ്വേജ് എനിക്ക് എന്തോ ഒരു തൃപ്തി വന്നില്ല. അതുകൊണ്ടായിരിക്കാം ആ നറേഷൻ അത്രക്ക് തൃപ്തിപ്പെടുത്തുന്നില്ല. അതൊരു കുട്ടികൾക്കുള്ള നറേഷൻ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. ആ ഒരു വിഷയമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ പ്ലോട്ടിങ് എനിക്ക് തോന്നുന്നു ഹി ഡെഫിനറ്റ്ലി ഈസ് എ മാസ്റ്റർ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറില്ല എഴുത്തുകാരൻ തന്നെ പുസ്തകത്തിൻ്റെ ഭാഗമാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇതിൽ ലിറ്ററലി അത് സംഭവിക്കുകയാണ് ഈ നോവലിൽ. ഓക്കെ, അതായത് ക്ലൈവ് എന്ന് പറയുന്ന ആള്, ക്ലൈവ് കസ്ലർ എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ അക്ഷരാർത്ഥത്തിൽ ഈ നോവലിൽ ഒരു സ്ഥലത്ത് കഥാപാത്രമായി വന്ന് ഇതിലെ വെറുതെ വരുന്നതൊന്നല്ല കേട്ടോ. വെറുതെ നമ്മുടെ മാർവൽ കോമിക്സിൻ്റെ, മാർവൽ യൂണിവേഴ്സിൻ്റെ സിനിമകളിൽ, മാർവൽ മൂവീസിൻ്റെ അറിയാമല്ലോ, മാർവൽ സ്റ്റുഡിയോസിൻ്റെ സിനിമകളിൽ സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ട് അവരുടെ മാർവലിൻ്റെ ഈ സ്പൈഡർമാൻ തൊട്ട് എല്ലാ ക്യാരക്ടേഴ്സിനെയും ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഏർലി മാസ്റ്റർ ഉണ്ടല്ലോ സ്റ്റാൻലി. ഈ ഒട്ടുമിക്ക എല്ലാ മാർവൽ ക്യാരക്ടേഴ്സിനെയും ക്രിയേറ്റ് ചെയ്ത സ്റ്റാൻലിക്ക് വലിയ പങ്കുണ്ട്. സ്റ്റാൻലി മിക്കവാറും എല്ലാ സിനിമയിലും ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട് അവരുടെ. അത് ജസ്റ്റ് ചിലപ്പോൾ ഒരു പത്രക്കാരനായിട്ടോ അല്ലെങ്കിൽ വഴിപോക്കനായിട്ടോ അങ്ങനെ ജസ്റ്റ് ഹായ് ബായ് എല്ലാ സിനിമകളും അതിൻ്റെ മുഖം ഉണ്ടാവും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മെയിൻ ക്യാരക്ടേഴ്സ് ഒരു വലിയൊരു പ്രശ്നത്തിലകപ്പെടുകയാണ്. ബേസിക്കലി ഇതിൻ്റെ മേജർ വിഷയത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ നോവലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ നോവലിൻ്റെ സ്റ്റോറിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ കവറിൻ്റെ പുറത്ത് കാണുന്ന പോലെ ഒരു എയറും അല്ലെങ്കിൽ ഫ്ലൈറ്റ്സും ഇതൊന്നുമല്ല. ഇതൊരു വെറും ഒരൊറ്റ സീനാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇവൻറ്റിനെയാണ് അവർ കവറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാണുന്നത് വിചാരിക്കുമ്പോൾ ഇത് ഒരു ഫൈറ്റർ ജെറ്റ്സിൻ്റെ അങ്ങനെ അതുമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരിക്കലും അല്ല. ഇതിൻ്റെ 90% ഭാഗങ്ങളും ഈ കഥ നടക്കുന്നത് മുഴുവൻ കടലിലാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു വശം. ഇത് മൊത്തം കടലുമായി ബന്ധപ്പെട്ട ഈ ക്ലൈവ് കസ്ലറാണ് നല്ല എക്സലൻ്റ് ആയിട്ടുള്ള സെയിലറാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു യാറ്റും അദ്ദേഹത്തിന് സെയിലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ ഈ നോവലിൽ ഉണ്ടെന്ന് തന്നെ പറയാം. അതായത് ഈ നോവലിൽ 99% എന്ന് പറയാം കഥകൾ നടക്കുന്നതും അതിൻ്റെ എന്താ പറയുക റിസ്ക് ഫാക്ടറും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, കപ്പലുകൾ, ആഡംബര ഷിപ്പുകൾ, ലക്ഷറി ക്രൂസസ്, യാക്സ്, അതുപോലെ തന്നെ മറ്റ് ഷിപ്പിംഗ് എക്സ്പെഡിഷൻസ്, അതിൻ്റെ ഹിസ്റ്ററി, ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറയേണ്ടതാണ്, ഞാനത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ജൂൾസ് വേണിൻ്റെ സ്റ്റോറിയും അതുപോലെ തന്നെ ഈ വൈക്കിംഗ് എക്സ്പെഡിഷനൊക്കെ ഇതിൽ ഹിസ്റ്ററിയിൽ വരുന്നത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കയറി വരുന്നത്. പിന്നെ ഈ സ്റ്റോറിയിൽ ഈ പറഞ്ഞ പോലെ ഒരു കടലിൽ ഡേർക്ക് പിറ്റും അദ്ദേഹത്തിൻ്റെ ടീമും സ്ട്രാങ്കിൾഡ് ആയിട്ട് കിടക്കുകയാണ്, അവർ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അതായത് ഇവർ ഒരു ഡീപ്പ് ഡൈവിലേക്ക് പോയതാണ്. ഈ ഡേർക്ക് പിറ്റും അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സും. അവർ ന്യൂമ എന്ന് പറയുന്ന ഒരു ഏജൻസിയിലെ ഒഫീഷ്യൽസാണ്. ഇവർ ഒരു ലക്ഷറി ക്രൂസ് തകർന്ന സമയത്ത് അതിൻ്റെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് തകർന്നു എന്നൊക്കെയുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഡീപ്പ് ഡൈവിങ്ങിലേക്ക് പോയതാണ് ഒരു ചെറിയൊരു വാഹനത്തിൽ. ഇപ്പോൾ ഡീപ്പ് ഡൈവ് ചെയ്ത് ഇവർ കുറേ എവിഡൻസ് കളക്ട് ചെയ്ത് വെൻ കം അപ്പ് ബാക്ക് ഓൺ സർഫസ് ഓഫ് ദ വാട്ടർ. ഇവരെവിടെയാണെന്ന് വെച്ചാൽ കടലിൻ്റെ കുറച്ച് ഉൾക്കടലിലാണ് ഈ സംഭവം നടക്കുന്നത്. അത് കപ്പൽ ചാലുകളുടെ കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു ലക്ഷറി ക്രൂസിൽ മുങ്ങിപ്പോയത്. ഓക്കെ, തൊട്ടടുത്ത് ഒരു കപ്പൽ ചാലില്ല, പ്രത്യേകിച്ച് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമല്ല, ഏകദേശം ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മദർഷിപ്പ് അവിടെ ഉണ്ട്. അതവിടെ വെച്ചിട്ട് അവരുടെ ജോലിക്കാരും എല്ലാവരും അവിടെ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇവരെവിടെ പോകുന്നത്, കടലിൻ്റെ അടിയിലേക്ക് പോകുന്നത് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്. തിരിച്ച് ഇവർ മുകളിലേക്ക് വരുമ്പോൾ, വെള്ളത്തിന് മുകളിലെത്തുമ്പോൾ, ഇവരുടെ ഈ വെസൽ വെള്ളത്തിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇവരുടെ മദർഷിപ്പ് ഇവിടെ കാണാനില്ല. ആ ഷിപ്പ് അവിടെ പോയി ആർക്കും അറിയില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഷിപ്പ് ആക്ച്വലി എവിടെയാണ് പോയത് ഞാൻ ഇപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ പറയുന്നില്ല. ഷിപ്പ് കാണുന്നില്ല ബേസിക്കലി. അപ്പോൾ ഇവരവിടെ കുടുങ്ങി. എന്ത് ചെയ്യും?
ഒരു രക്ഷയുമില്ല. ഒരു കടൽ വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. ഇവരുടെ ഈ വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു വെസലാണ്. ശരിക്കും അത് വെള്ളത്തിന് മുകളിൽ സഞ്ചരിക്കില്ല. അത് വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയുള്ളൂ. ചെറിയൊരു ഭാഗം മാത്രം ഒരു ലാച്ച് ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് പോവാം, നോക്കാം, പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ളതല്ലാതെ അതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഈ വെഹിക്കിൾ. വെള്ളത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിലാണ് നിൽക്കുക. ഇവരുടെ ബാക്കി വർക്കലിൻ്റെ ഉള്ളിൽ അവർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഓക്സിജൻ്റെ പിന്നെ പ്രശ്നമില്ല, കാരണം ഇത് തുറക്കാം, മുകളിൽ നിന്ന് ഓക്സിജൻ വരും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വലിയൊരു തിരമാല വന്നവർക്ക് അതിൻ്റെ മുകളിലൂടെ അടിച്ചു പോകും. അത്രയും ഇതിൻ്റെ അകത്ത് കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ എത്ര ദിവസം നിൽക്കും? ഭക്ഷണമില്ല, വെള്ളമൊന്നുമില്ല. അതാണ് വിഷയം. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ വരുന്നു വേറൊരു ലക്ഷറി യാട്ട്. ഈ ലക്ഷറി യാട്ടിൻ്റെ ഓണർ ഒറ്റൊരാളെ അതിനകത്തുള്ളൂ. ഒറ്റൊരു മനുഷ്യൻ, ഒരു വയസ്സായിട്ടുള്ള ഒരാൾ, അത്യാവശ്യം പ്രായമുണ്ട്. അയാൾ നല്ല പാട്ടെല്ലാം പാടി ഇങ്ങനെ കടൽ ചുറ്റി സഞ്ചരിച്ച്, ലോകം മുഴുവൻ കടലിലൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ് അയാളുടെ ഹോബി. അത്യാവശ്യം നല്ല പൈസക്കാരനാണ്. നല്ല ലക്ഷറി യാട്ടാണ് അയാളുടെ. 2 ബോട്ട്സ് കൂടി ചേർത്ത് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ പോലത്തെ അങ്ങനെ ഒരു ഷേപ്പാണ് ആ യാട്ടിനുള്ളത്. അടിപൊളി സംഭവം. അപ്പോൾ ഈ സംഭവം അടുത്ത് വന്നപ്പോൾ ഈ ഡർപിറ്റും കൂട്ടരും റേഡിയോയിലൂടെ ഇയാളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അയാൾ ഇവരെ രക്ഷിക്കുകയാണ്. അയാളുടെ പേര് ഡർപിറ്റ് പറയുകയാണ്, ഇയാൾ എവിടെയോ കണ്ട പോലെ ഉണ്ട്, എവിടെയാണ് കണ്ടതെന്ന് ഓർമ്മയില്ല, നമ്മൾ പണ്ടെപ്പോഴോ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നിട്ട് പറയുകയാണ് ഇയാൾ. പണ്ട് വേറെ ഏതോ അഡ്വഞ്ചറിൽ ഇയാളെ മീറ്റ് ചെയ്തിരുന്നത്, ആർട്ടിക് അഡ്വഞ്ചറിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ആർട്ടിക് അഡ്വഞ്ചർ ഇതിനു മുമ്പ് സംഭവിച്ചതാണ്. ഒരു സ്റ്റോറിയാണ്, വേറൊരു നോവലാണിത്. അപ്പോൾ അദ്ദേഹം പേര് പറയാണ്, ഇദ്ദേഹത്തിൻ്റെ പേരാണ് ക്ലൈവ് കസ്ലർ. ഈ രക്ഷിക്കാൻ വന്ന ഈ യാറ്റിൻ്റെ ഓണറുടെ പേരാണ് ക്ലൈവ് കസ്ലർ. അയാൾ എങ്ങനെ രക്ഷിക്കാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ യാദൃശ്ചികമായി ഇവിടെ പാസ് ചെയ്തതാണ്. ആരും പോകാത്ത സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അതിൻ്റെ അകത്ത് ഇവർ നല്ല വെള്ളമൊക്കെ അടിച്ച് എൻജോയ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് കഥയുടെ ആ ഒരു ഭാഗം പോകുന്നത്. അതായത് സ്റ്റാൻലി തൻ്റെ സിനിമകളിൽ വരുന്ന പോലെ, മാർവൽ സ്റ്റുഡിയോസിൻ്റെ സിനിമകളിൽ വന്നിരുന്നത് പോലെ ജസ്റ്റ് ഒരു ക്യാമിയോ അപ്പിയറൻസ് അല്ല. അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ഒരു മാസ് എൻട്രി തന്നെയാണ്. അതായത് തൻ്റെ കഥയിലെ പ്രമുഖ കഥാപാത്രത്തിനെ രക്ഷിക്കുന്ന ജോലിയാണ് ഇതിൻ്റെ അകത്ത് ക്ലൈവ് കസ്ലർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു ട്വിസ്റ്റ് ഇതിനകത്തുണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ ഒരു ഭാഗം അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ഭാഗമാണ്. പിന്നെ ക്ലൈവ് കസ്ലറെ കാണുന്നവർക്ക് ഇതാണ് കക്ഷി, ഇദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നോവലിൻ്റെ സ്റ്റോറി തീർച്ചയായിട്ടും മുഴുവൻ പറഞ്ഞു തരില്ല ഞാൻ, കാരണം അതൊരു അനീതിയാണ്. ഇതൊരു പുസ്തകമാണ്. ഇത് വായിച്ച് അതിൻ്റെ ആ വായനയുടെ പ്രോസസ്സിലൂടെ കടന്നുപോയി കഥയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ നല്ല കാര്യം, ഏറ്റവും നല്ല കാര്യം. മെയിൻ ക്യാരക്ടറുടെ പേര് ഡർപിറ്റ് എന്നാണ്. അദ്ദേഹത്തിനെ സഹായിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒപ്പോസിങ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കമ്പനിയുടെ ഉടമയായ ഒരു വില്ലൻ ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള 1-2 ക്യാരക്ടേഴ്സ് കൂടിയുണ്ട്. വളരെ ക്രൂവൽ വില്ലൻസ് ഒക്കെയാണ് തീർച്ചയായിട്ടും. സ്പെഷ്യൽ ഫോഴ്സസ് റിട്ടയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കുറച്ചുകൂടിയും അഗ്രസീവായിട്ടുള്ളൊരു രീതിയിൽ നമ്മുടെ ഡർപിറ്റിനെയും കൂട്ടരെയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ലോറൻ, അതുപോലെ തന്നെ സാലി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാം. ഗിയോർഡിനോ എന്ന് പറഞ്ഞിട്ട് വളരെ ഫണ്ണി ആയിട്ടുള്ള നമ്മുടെ ഡർപിറ്റിൻ്റെ ഒരു ഫ്രണ്ടാണ് ഗിയോർഡിനോ. ഇറ്റാലിയൻ അമേരിക്കനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇറ്റാലിയൻ സ്വഭാവമൊക്കെ അദ്ദേഹത്തിനുണ്ട് പലപ്പോഴും. പിന്നെ അവരുടെ ചീഫായിട്ടുള്ള സാം ഡെക്കർ, ഇങ്ങനെയൊക്കെയുള്ളവർ തീർച്ചയായിട്ടും. പിന്നെ കെല്ലി, അവരൊക്കെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലൊരു AI ഒരു ക്യാരക്ടറുണ്ട്. ഈ നോവൽ എഴുതപ്പെട്ട സമയത്ത് AI എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇന്ന് കാണുന്ന ഇന്നത്തെ പോലത്തെ AI ഒന്നും അന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു AI ഫിഗർ, ശരിക്കും ഒരു ഹ്യൂമനോയിഡ് ഫിഗർ ഈ കഥയിൽ വരുന്നുണ്ട്. അത് ഇതിൽ വലിയൊരു അഡ്വാൻസ് ടെക്നോളജി ആയിട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ബിലീവബിൾ ആണ്, ശരിക്കും വിശ്വസനീയമാണ്. ഈ നോവൽ ഇറങ്ങിയ കാലഘട്ടത്തിൽ അത് വിശ്വസനീയമായിരുന്നിരിക്കണമെന്നില്ല. ഈ നോവൽ ഇറങ്ങിയത് ശരിക്ക് 2001 തോന്നുന്നു. കോപ്പിറൈറ്റ് സാൻഡെക്കർ എന്നാണ് കോപ്പിറൈറ്റ് കൊടുത്തിരിക്കുന്നത്, 2001. അപ്പോൾ സാൻഡെക്കർ എന്നുള്ള ക്യാരക്ടറിൻ്റെ അകത്തുണ്ട്, ഓർമ്മിക്കണേ. ന്യൂമ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഹെഡിൻ്റെ പേരാണ് സാൻഡെക്കർ. ഇതിൻ്റെ കോപ്പിറൈറ്റ് സാൻഡെക്കറിൻ്റെ പേരിലാണ്. ഇത് ന്യൂമ ഫയൽസിൽ വരുന്ന ഒരു സാധനമാണ്. നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ന്യൂമ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ആൾ തന്നെയാണ് ഇതിൻ്റെ കോപ്പിറൈറ്റ് ഓണർ, ഇതിൻ്റെ പകർപ്പവകാശം.
ഇതിലെ ക്യാരക്ടേഴ്സും ആ ഓർഗനൈസേഷൻ്റെ ആൾക്കാർ തന്നെയാണ്. നൂമ എന്ന് പറയുന്ന അണ്ടർ വാട്ടർ മറീൻ ഒരു ഓർഗനൈസേഷനാണിത്. അവരുടെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് എക്സ്പെഡിഷൻസ് ആണ്. ശാസ്ത്രീയമായിട്ട് കടലിൻ്റെ അടിത്തട്ടിനെ കുറിച്ചൊക്കെ പഠനം നടത്തുന്നവരാണ് അവർ. എന്നാൽ അവർ ഇങ്ങനെയുള്ള ചില അഡ്വഞ്ചേഴ്സിൽ ചെന്ന് പെട്ടുപോവുകയാണ്, മനസ്സിലായില്ലേ? അതായത് ചില ശക്തികൾ കടലിനെയും അവരുടെ എന്താ പറയുക പ്രോഫിറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഏജൻസി, ഇത് ഇങ്ങനെയുള്ളൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലാതെ എന്നിട്ട് കൂടി അവർ അത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ നോവലിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതാണ് വിഷയം ശരിക്കും. ഇനി ഈ മറ്റൊരു കാര്യമുള്ളത്, ഇത്തരത്തിലുള്ള ഒരു നോവലിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇതിലെ വില്ലേനിയസ് ആയിട്ടുള്ള ക്യാരക്ടർ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ നോവലിൽ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഡേർപിറ്റ് ഇതിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അടുത്ത വിഷയം. ഈ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് പ്രോലോഗ് കഴിഞ്ഞ് മെയിൻ കണ്ടംപററി സ്റ്റോറിയിലേക്ക് കടക്കുമ്പോൾ ഡേർപിറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വൈക്കിങ്സിൻ്റെ ആ ഒരു പ്രോലോഗ് കഴിഞ്ഞിട്ട് ഒരു ലക്ഷറി യാറ്റിൻ്റെ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ലക്ഷൂറിയസ് ആയിട്ടൊരു ക്രൂസർ ഇങ്ങനെ യാത്ര ചെയ്യാം. ഈ യാത്രയിൽ അതിന് വരുന്ന അപകടമാണ് ഡേർപിറ്റിനെയും കൂട്ടരെയും ഇതിലേക്ക് എത്തിക്കുന്നത്. അപകടത്തെക്കുറിച്ച് കേട്ടിട്ട് അവർ വരുന്നതല്ല, വളരെ യാദൃശ്ചികമായിട്ട് ഈ കപ്പൽ കത്തിയെരിയുമ്പോൾ അവരുടെ ഷിപ്പ് അവിടെ അടുത്തുണ്ടാവും. അവരാണ് ഇതിലെ പാസഞ്ചേഴ്സിനെ രക്ഷിക്കുന്നത്. അതിനുശേഷം അവർ ഈ കേസിൽ ഇൻവോൾവ് ആകുന്നത്. എങ്ങനെ ഇൻവോൾവ് ആകുന്നത് വെച്ചാൽ, രണ്ടാമത് ഈ ഷിപ്പ് കത്തി ഫുള്ളായിട്ട് തീരുന്നില്ല, ബാക്കി ഭാഗം കരയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കടലിൽ പകുതി വെച്ചത് അടിയിൽ ബ്ലാസ്റ്റ് ഉണ്ടായി, സംഭവം മുങ്ങിപ്പോവും. ഓട്ട വന്നിട്ട് വെള്ളം കയറി ഫുള്ള് മുങ്ങിപ്പോവും. ഈ അണ്ടർ വാട്ടർ ഡീപ്പ് ഡൈവിങ് ചെയ്ത് ഇതിനെക്കുറിച്ച് പഠനം നടത്തണമെങ്കിൽ പിന്നെ ന്യൂമ മാത്രമേ ഉള്ളൂ അവിടെ ഹെൽപ്പിന്. അങ്ങനെയാണ് ന്യൂമ എന്ന് പറഞ്ഞ ഈ ഏജൻസി ഡേർപിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇതിനകത്ത് ഇടപെടുന്നത്. മനസ്സിലായി? ഇങ്ങനെയാണ് ആ കഥ വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എന്തിനു വേണ്ടി ഷിപ്പ് തകർത്തു ഈ വില്ലിയനസ് ആയിട്ടുള്ള ടീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് വളരെ നമ്മൾ ചിന്തിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിപ്പിന് ഒരു എൻജിൻ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് ഫ്യൂവൽ ആവശ്യമുണ്ട്. മനസ്സിലായി? ഇന്നത്തെ ഒരു എക്സ്പെൻസൊക്കെ വെച്ചാൽ വലിയ എക്സ്പെൻസീവാണ് ഷിപ്പ് എന്ന് പറയുന്നത്, ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷേ ഇവിടെ ഈ കഥയിൽ നമ്മൾ കാണുന്നത് ഒരു സയൻറ്റിസ്റ്റ് എക്സ്ട്രീംലി ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയ ഒരു ഓയിൽ കണ്ടുപിടിക്കുകയാണ്. ഈ ഓയിൽ കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹം ഇതിനെ ഉപയോഗിച്ച് എൻജിൻ പ്രവർത്തിപ്പിക്കുന്നു. അതായത് എൻജിന് സ്വയം റിപ്പയർ ചെയ്യാനും, ഈ ഓയിൽ എന്ന് പറയുന്നത് മാക്സിമം ഫ്രിക്ഷൻ കുറവാണ്, വെയർ ആൻഡ് ടയർ കുറവാണ്. അങ്ങനെ ഒരു തെർമോഡൈനാമിക് എൻജിനാണ് കണ്ടുപിടിക്കുന്നത്. എൻജിൻ ഓയിലാണ് കണ്ടുപിടിക്കുന്നത്. ആക്ച്വലി ഈ ഓയിൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എൻജിൻ നാശനഷ്ടങ്ങളില്ലാതെ പ്രവർത്തിക്കും ഒരുപാട് കാലം. ഇതാണ് അഡ്വാൻറ്റേജ്. അതായത് യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസ് വർക്ക് വേണ്ട, ഫ്യൂവൽ എഫിഷ്യൻസി വളരെ അധികമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറുവശം. അതായത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക എനർജി ടോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എനർജി എഫിഷ്യൻ്റായി ഫ്യൂവൽ എഫിഷ്യൻ്റായി നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ മാറ്റേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ള എനർജി കൺസംഷൻ എങ്ങനെ മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആക്കാം എന്നുള്ളത് ഇന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. എങ്ങനെ ഗ്രീൻ എനർജിയിലേക്ക് മാറാം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. അപ്പോൾ അത്തരത്തിലൊരു വിഷയം ഇവിടെ പ്രാക്ടിക്കലായി സോൾവ് ചെയ്തു എന്നാണ് ഈ കഥയിലെ കഥാവിഷയം അല്ലെങ്കിൽ ഫിക്ഷണൽ പ്ലോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ കഥ നടക്കുന്നത് മുഴുവൻ കടലിൽ തന്നെയാണ് പറഞ്ഞ പോലെ. കുറച്ച് കാര്യങ്ങൾ കരയിൽ നടക്കുന്നുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഈ ഫ്ലൈറ്റ് തമ്മിലുള്ള ഈ ഒരു ഫൈറ്റിംഗ് സീക്വൻസ്. വളരെ മനോഹരമായ സീക്വൻസ് തന്നെയാണ്, ത്രില്ലിംഗ് ആണ്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ചില സ്ഥലത്തൊക്കെ ഭാഷ കുറച്ച് കുട്ടികളുടെ ഭാഷ പോലെയായി പോകുന്നുണ്ട്, കുറച്ച് എക്സ്പ്ലനേഷൻ കൂടുതലാണ് ചില സ്ഥലത്തൊക്കെ. അത് വേണ്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എൻജിൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ എൻജിൻ ഓയിൽ ഉൾപ്പെടെ ഉള്ള പ്രത്യേകത, ഇതിന് വെയർ ആൻഡ് ടയർ കുറവാണ്, ഇതിൻ്റെ അകത്ത് ലോസ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഹൈലി ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. മാഗ്നറ്റോ തെർമോഡൈനാമിക്സ് എന്നാണ് ഇതിൻ്റെ ഈ ടെക്നോളജിക്ക് ഈ നോവൽ വിളിക്കുന്ന പേര്, മാഗ്നറ്റോ തെർമോഡൈനാമിക്സ്. ഇപ്പോൾ മാഗ്നറ്റിക് തെർമോഡൈനാമിക് ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിസ്റ്റമാണ് ഈ നോവലിലെ ഫിക്ഷണൽ ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഫിക്ഷണലായ സയൻറ്റിസ്റ്റിനെ കൊല്ലുകയും അദ്ദേഹത്തിൽ നിന്ന് ഈ ടെക്നോളജി തട്ടിയെടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ കഥയുടെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലോകത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നുണ്ട്,
പുതിയ എന്താ പറയുക എനർജി സോഴ്സുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അതൊക്കെ ഇന്ന് നടക്കുമ്പോൾ ഈ നോവൽ 2001 വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ദീർഘവീക്ഷണത്തോടെ എഴുതപ്പെട്ട ഒന്നാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ല AI ക്യാരക്ടറൊക്കെ അതിനകത്തുണ്ട്. ശരിക്കും ഒരു AI ക്യാരക്ടർ നമുക്ക് ഇന്നത് അത്ഭുതമൊന്നുമില്ല അത് വായിക്കുമ്പോൾ. 2001 പക്ഷേ അത് അല്പം ഫാർ ഫെച്ച്ഡ് ഇമാജിനേഷൻ ആണെന്നൊക്കെ നമ്മൾ പറയും, സയൻസ് ഫിക്ഷൻ ആണെന്ന് പറയും. ഇന്ന് നമുക്ക് സയൻസ് ഫിക്ഷൻ അല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു സയൻസ് ഫിക്ഷൻ എലമെന്റ് ഉണ്ട് ഈ നോവലിൽ. തീർച്ചയായിട്ടും ഉണ്ട്, സയൻസ് ഫിക്ഷൻ എലമെന്റ്സ് ഉണ്ട് ഇതിൽ. വെറും ഒരു ആക്ഷൻ ത്രില്ലർ മാത്രമല്ല ഇത്. കാരണം ഈ മാഗ്നെറ്റോ തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ കോൺസെപ്റ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ടെലിപ്പോർട്ടേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഒബ്ജക്ട്സിനെ വിത്തൗട്ട് എനി ഫിസിക്കൽ ഹെൽപ്പ് എത്തിക്കാനുള്ള ടെക്നോളജിയെ കുറിച്ചൊക്കെ പരാമർശമുണ്ട്. ജൂൾസ് വേർഡിനെ കുറിച്ചൊക്കെ പരാമർശമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി സയൻസ് ഫിക്ഷൻ ഇതിനകത്തുണ്ട്. ഇറ്റ്സ് എ സയൻസ് ഫിക്ഷൻ നോവൽ ഓൾസോ. പക്ഷേ ഈ പറയുന്ന AI ക്യാരക്ടർ ഇതിനകത്ത് വരുമ്പോൾ വി റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോ ലോങ്ങർ സയൻസ് ഫിക്ഷൻ ബട്ട് സയൻസ് ഫാക്ട്. ഒരുപക്ഷെ ഭാവിയിൽ ഇതിലുള്ള മറ്റ് സയൻസ് ഫിക്ഷൻ എലമെന്റ്സും സയൻസ് ഫാക്ട്സ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമുക്കിന്ന് ഇലക്ട്രിക് കാർസ് അതുപോലെ തന്നെ മറ്റൊരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കാണാം. നമുക്ക് അൺകൺവെൻഷണൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അണ്ടർ വാട്ടർ ഡൈവ് ചെയ്ത് പോകുന്നൊരു കാറിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടു. ചൈനീസ് സയൻറ്റിസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ടെസ്ലയുടെ ഒക്കെ ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മൾ എപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ്. ഇന്ത്യയിലും അതുപോലുള്ള എക്സ്പെരിമെൻറ്റേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അധികം വൈകാതെ തീർച്ചയായിട്ടും ഈ നോവൽ പറയുന്നത് പോലുള്ളൊരു മാഗ്നെറ്റോ തെർമോ ഡൈനാമിക് എൻജിൻ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തേക്കാം. അന്ന് ഈ നോവൽ ഒരു സയൻസ് ഫിക്ഷൻ നോവൽ അല്ലാതായി മാറുകയും ഒരു സയൻസ് ഫാക്ട് നോവലായി മാറുകയും ചെയ്യുന്ന ഒരു കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് നമ്മൾ എന്തിന് ഈ നോവൽ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. ഒന്ന്, ഒരു സയൻറ്റിഫിക് ഏജൻസി എങ്ങനെ ഒരു ക്രൈമിലേക്ക് ഇടപെടാൻ ഇടയാകുന്നു എന്നുള്ളത്. കാരണം അവരുടെ മേഖല എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ഡൈവിങ്ങും പഠനവും ഒക്കെയാണ്. അവിടെ എങ്ങനെയാണ് അവർ ഇത്തരത്തിലുള്ള അഡ്വഞ്ചേഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രൈം സോൾവിങ്ങിലേക്ക് എത്തിപ്പെടുന്നത്? അതിൻ്റെ കാരണം ഇന്ന് ഇത്തരത്തിലുള്ള ഡീപ് സീ ആയാലും അതുപോലെ തന്നെ ഈവൻ ഡീപ്പ് സ്പേസ് ആയാൽ പോലും മനുഷ്യൻ കൊള്ളലാഭത്തിന് വേണ്ടിയിട്ട് ചില ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സസ് എന്ന് തന്നെ പറയേണ്ടി വരും, കൊള്ളലാഭത്തിന് വേണ്ടി അവർ ഇത്തരം മേഖലകൾ ഉപയോഗിക്കുന്നുണ്ട്. ചില ഗവൺമെൻറ്റ്സ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാലും ചില ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സസ് ഇൻഡിവിജ്വൽ പ്രോഫിറ്റിന് വേണ്ടി മാത്രം, ഗവൺമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളെ കൂടി അവർ കണക്കിലെടുക്കുന്നതാണ് നമ്മൾ കരുതുന്നത്. സോ ഇറ്റ്സ് ഓക്കെ, സംഹൗ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. പക്ഷേ ഒരു ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലി അതിലൊരു ഒന്നോ രണ്ടോ ഇൻഡിവിജ്വൽസിൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ഡീപ് സീ ആയാലും നമ്മുടെ ആർട്ടിക് റീജിയൻ ആയാലും ഒക്കെ അങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷനുള്ള സാധ്യതകൾ ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളൊരു ഡീപ് സീ ഏരിയയിൽ വന്നിട്ട് ഒരാൾ വേണ്ടാത്തൊരു ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു 100 കണക്കിന് ആൾക്കാർ ഇതിനകത്ത് മരണപ്പെടുന്നുണ്ട് ആ ഒരു ഷിപ്പ് റെക്കിൽ അല്ലെങ്കിൽ ഷിപ്പിനെ തകർക്കുന്ന ഒരവസ്ഥയിൽ തുടക്കത്തിൽ തന്നെ. അപ്പോൾ അത് കാണിക്കുന്ന ഒരു ക്രൈം അവിടെ കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ കടലിൽ ഇത്തരത്തിലുള്ളൊരു ക്രൈം കമ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതുമായി ബന്ധമില്ലാത്ത ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടാത്ത ഏജൻസിക്ക് അത് ഇടപെടേണ്ടി വരികയാണ്. യാദൃശ്ചികമായി അതിലെ ഉദ്യോഗസ്ഥരെ ഇടപെടുകയാണ്. അതാണ് ഡേർക്ക് പിറ്റ് അതിൽ വരാൻ കാരണം. ഇപ്പോൾ ഡേർക്ക് പിറ്റ് എന്ന ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വളരെ നോർമലായിട്ടുള്ള ഇൻഡിവിജ്വലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ഒരു ചാമുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്, സ്വാഗ് ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നല്ലൊരു പ്രിൻസിപ്പിൾഡ് ആയ ഒരു മനുഷ്യനാണ്. പ്രിൻസിപ്പിളുണ്ട് അദ്ദേഹത്തിന്, ഒരു മൂല്യമുണ്ട് അദ്ദേഹത്തിന്. അതാണ് നമുക്ക് ഇഷ്ടപ്പെടുക. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്കൊരു പൗരുഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഡെഫിനിഷൻ എങ്ങനെയാണെന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതിനെക്കുറിച്ച് പറയാൻ പോലും. എന്നാൽ ഈ ഡേർക്ക് പിറ്റ് എന്ന ക്യാരക്ടർ നല്ലൊരു എന്താ പറയുക മാസ്കുലിനിറ്റിയുടെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പറയുകയും ആരെയും അവഗണിക്കാതെ ആരെയും ഈവൻ അദ്ദേഹം ഒരു ഇത്തരത്തിലുള്ള ത്രില്ലർ നോവലിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു 10-30 പേരെ വെടിവെച്ച് വന്നാലും ആരൊന്നും പറയാനൊന്നും പോകുന്നില്ല അല്ലേ. എന്നാൽ ഇവിടെ അദ്ദേഹത്തിന് വലിയൊരു വിഷയമാണ് മറ്റുള്ളവരെ കൊല്ലുന്നത്. ശത്രുവായാലും ദുഷ്ടനായാലും ആരായാലും ശരി, എത്രത്തോളം വലിയ വില്ലനായാലും ശരി, മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ വെടിവെച്ച് കൊല്ലാതെ എങ്ങനെ ഈ പരിപാടി തോക്കെടുക്കാതെ എങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഡേർക്ക് പിറ്റിനെ ക്ലൈവ് കസ്ലർ ഈ നോവലിൽ അവതരിപ്പിക്കുന്നത്. അത് തന്നെ സാധാരണ ഒരു ത്രില്ലറിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്നുണ്ട്.
ഈ നോവലിനെ, വാൽഹല്ല റൈസിംഗ് എന്ന നോവലിനെ. കാരണം നമ്മളിപ്പോൾ ജാക്ക് റീച്ചർ ത്രില്ലർ എടുക്കുക, ഇതുപോലെ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു നോവൽ സീരീസാണ്, മറ്റൊരു ഫ്രാഞ്ചൈസിയാണ് ജാക്ക് റീച്ചർ സീരീസ്. ലീ ചൈൽഡ് എന്ന നോവലിസ്റ്റിൻ്റെ ജാക്ക് റീച്ചർ സീരീസ്. നമ്മൾ അതിനെയും തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യും അടുത്ത് തന്നെ. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കമ്പാരിസൺ കൊണ്ടുവരാൻ കാരണം എന്നറിയാമല്ലോ. ജാക്ക് റീച്ചർ എന്ന മെയിൻ ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ആ ക്യാരക്ടറിൻ്റെ അഡ്വഞ്ചേഴ്സ് ആയിട്ടാണ്, സീരീസ് ആയിട്ടാണ് ഈ ജാക്ക് റീച്ചർ സീരീസ് പോകുന്നത്. ഈ ക്ലൈവ് കസ്ലറിൻ്റെ വാൽഹല്ല റൈസിങ്ങും അതുപോലെ ഒരു മെയിൻ ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ ക്യാരക്ടറിനെ അഡ്വർടൈസ് ചെയ്തുകൊണ്ടും ആ ക്യാരക്ടറിനെ സെൻറ്ററായിട്ട് വെച്ചുകൊണ്ടുള്ള ഒരു നോവലാണ്. അങ്ങനെ വരുമ്പോൾ സമാനതയുണ്ടല്ലോ. എന്നാൽ ജാക്ക് റീച്ചറിനെ സംബന്ധിച്ച് വയലൻസ് എന്ന് പറയുന്നത്, ഹി ഡസ് നോട്ട് ബോദർ അബൌട്ട് ദ മൊറാലിറ്റി ഓഫ് വയലൻസ്. He is 100% convinced that when violence is required, he should do it. That's it. He should deliver it. എന്നാൽ ഡേർക്ക് പിറ്റിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു മോറൽ ക്വസ്റ്റ്യൻ മുന്നിലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. Whenever a requirement arises for violence, he always steps back and thinks, reflects on the possible outcomes of the violence and possible ways to avoid violence. അതാണ് ഡേർക്ക് പിറ്റിൻ്റെ ഒരു ഡിഫറൻസ് മറ്റ് ക്യാരക്ടേഴ്സിൽ നിന്ന്. ഇതാണ് ഈ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയാം, ഇറ്റ്സ് എ നോവൽ ഓഫ് ദ സീ. ഇറ്റ്സ് എ നോവൽ സെറ്റ് ഇൻ ദ സീ. അപ്പോൾ കടലും അതുമായി ബന്ധപ്പെട്ട ജീവിതങ്ങളും, പ്രത്യേകിച്ച് ക്രൂസസ്, ആഡംബര കപ്പലുകൾ, നൗകകൾ, അണ്ടർ വാട്ടർ, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് സബ്മറീൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക് അത്തരത്തിലുള്ള ഒരുപാട് വൊക്കാബുലറി ഈ നോവലിലുണ്ട്. ബോ, സ്റ്റേൺ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കപ്പലുകളുമായി ബന്ധപ്പെട്ട വൊക്കാബുലറി ഞാൻ തന്നെ പഠിച്ചൊരു നോവലാണിത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഓരോ വാക്കിനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് മീനിങ് അല്ല ഈ എന്താ പറയുക ഒരു സീ ഫെയറേഴ്സ് ഡിക്ഷണറിയിലുള്ളത്, ഒരു കടൽ യാത്രികൻ ഡിക്ഷണറിയിലുള്ളത്. ഓരോ വാക്കിനും വ്യത്യസ്തമായ അർത്ഥമുണ്ട്. നമ്മൾ ബോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? ഒന്നുമില്ല ഒരു അമ്മുവില്ലിൻ്റെ ആ ഒരു വില്ല്, ബോ അല്ലെ, റെയിൻബോ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ ബോ എന്ന് പറയുന്നത് ഒരു കപ്പലിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീനിങ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കണം വായിച്ചു തുടങ്ങുമ്പോഴേ, എന്നാലേ ഓരോ വാക്കിൻ്റെ അർത്ഥം പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. കപ്പലിങ്ങനെ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക പേരുണ്ട്. ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്, കപ്പലിൻ്റെ മുമ്പിലത്തെ ഭാഗത്തിന് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ്, ബാക്കിലത്തെ ഭാഗത്തിന്, പിന്നെ അതിൻ്റെ ടോപ്പിന്, അതിൻ്റെ മുകളിലുള്ള സെപ്പറേറ്റ് ഒരു സെക്ഷൻ, ഇതൊക്കെ ഓരോന്നിനും ഓരോ പേരാണ്. വശങ്ങൾക്ക് എല്ലാത്തിനും ഓരോ പേരുണ്ട്. ആ പേരുകൾ നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ പഠിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. ഒരു കപ്പലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി അങ്ങനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇത് വായിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ വായിച്ച് പോകാൻ പറ്റും. അല്ലെങ്കിൽ വായിക്കുന്നതോടൊപ്പം തന്നെ ഗൂഗിൾ ചെയ്താലും മതി. അതുപോലെ തന്നെ ഈ പറയുന്ന ആൻഷ്യൻ്റ് വൈക്കിംഗ് കൾച്ചേഴ്സിനെ കുറിച്ചൊക്കെ നല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അതിൽ പറയുന്ന ഈ ഒരു എക്സ്പെഡിഷൻ, കഥയിൽ കാണുന്ന വൈക്കിങ്സിൻ്റെ നോർത്ത് അമേരിക്കയിൽ എത്തിയ കാര്യം ഒരുപക്ഷെ ഫിക്ഷണൽ ആയിരിക്കാം, എങ്കിലും എന്താ പറയുക, വൈക്കിങ്സിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ചരിത്രപരമായ ആക്യുറേറ്റ് തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൽ സംഭവങ്ങളൊക്കെ ഫിക്ഷണൽ ആയിരിക്കാം. അത് ഞാൻ ചെക്ക് ചെയ്തില്ല, ഹിസ്റ്റോറിക്കലി ഞാൻ ചെക്ക് ചെയ്തില്ല ഇങ്ങനെ ഒരു വൈക്കിംഗ് സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ എന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നോർത്ത് അമേരിക്കയിൽ വൈക്കിങ്സ് വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ ഈ നോർത്ത് അമേരിക്കയിലുള്ള, അതായത് നമ്മളിപ്പോൾ USA എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ കടൽ തീരങ്ങളിൽ വൈക്കിംഗ് സെറ്റിൽമെൻറ്റ്സിൻ്റെ അവശിഷ്ടങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടെത്തിയത്. അധികമായിട്ടില്ല കണ്ടെത്തിയിട്ട്. എന്നാലും പണ്ട് കാലത്തെ ലെജൻഡുകളിലും ഇതുപോലുള്ള കൺസ്പിറസി തിയറീസിലൊക്കെ പണ്ടേ ആൾക്കാർ പറയുന്നതാണ് വൈക്കിങ്സ് അമേരിക്കയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ അതിനെക്കുറിച്ചുള്ള സോളിഡ് എവിഡൻസ് ഒക്കെ പറഞ്ഞ് ഞാനൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചു തുറക്കുന്നു. അമേരിക്കയുടെ തീരപ്രദേശങ്ങളിൽ അവശിഷ്ടങ്ങൾ, അവരുടെ പഴയ ബിൽഡിങ്ങുകൾ ഉൾപ്പെടെ കല്ലുകൊണ്ട് പണിത പഴയ ബിൽഡിങ്ങുകൾ, ഈ കടൽ യാത്രികർക്കൊക്കെ താമസിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെയുള്ള, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചരിത്രപരമായ ആക്യുറേറ്റ് തന്നെയാണ്. പിന്നെ ഈ പ്രത്യേക ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഇതിൽ പറയുന്ന ക്യാരക്ടേഴ്സ് ശരിക്കുള്ളതായിരുന്നു എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. എങ്കിലും ഈ കഥയിൽ വളരെ വിശ്വസനീയമായ രീതിയിൽ തന്നെ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് തന്നെ അതിനെ പിക്ചർ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില ഡ്രോയിങ്സൊക്കെ അത് കാണിക്കാൻ നോക്കുകയായിരുന്നു. ഇപ്പോൾ കഥയിൽ ചില സന്ദർഭങ്ങളും ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഡ്രോയിങ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് കഥ. ഓക്കെ, ഒരു പുസ്തക വായന എന്ന് പറയുമ്പോൾ
നമ്മൾ പകുതി 50% നമ്മുടെ വായിക്കാനുള്ള കഴിവാണ്, ഭാഷ വായിച്ചതിലെ അർത്ഥങ്ങൾ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവും, ബാക്കി 50% 50% നമ്മുടെ ഭാവന ഉപയോഗിക്കാനുള്ള കഴിവുമാണ്. ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഈ കഥയിൽ വായിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സിനിമ എന്ന പോലെ മനസ്സിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ് വായനയുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സിനിമ കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ആനന്ദം വായനയിലൂടെ നമുക്ക് ഡിറൈവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുസ്തക പരിചയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കഥ പറഞ്ഞു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലൂടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല വീഡിയോസുണ്ട് സിനിമയുടെ കഥകൾ പറയുന്നത്, പക്ഷേ ഈ വീഡിയോയിലൂടെ ഈ നോവലിൻ്റെ സമ്മറിയും ഇതിൻ്റെ ഫുൾ കഥയും ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വായിക്കുന്നവർക്ക് ഒരു വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊരു എന്താ പറയുക നിരാശ നൽകുന്ന അനുഭവമായിരിക്കും. പിന്നെ ഇതൊരു പുസ്തകമാണ്, അതിനെ വായിച്ചു തന്നെ അറിയുന്നതാണ്. അത്രയും സമയമെടുത്ത് ഞാനിതെനിക്കൊന്ന് 1 മാസം എടുത്തു വായിച്ച് തീർക്കാനെന്ന് തോന്നുന്നു. അതിലും പെട്ടെന്ന് വായിച്ച് തീർക്കാവുന്നതാണ്, അത്രയും സമയമൊന്നും എടുക്കില്ല. എനിക്ക് ഒരുപാട് തിരക്കുകളൊക്കെ വന്നുകൊണ്ട് വൈകിപ്പോയതാണ്. സമയം എടുക്കാതെ തന്നെ വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. അധികം സമയമൊന്നും വേണ്ട. ഇറ്റ്സ് ഈസി റീഡ്, ലാംഗ്വേജ് ഇസ് വെരി ലൂസിഡ്, സിമ്പിൾ, ബട്ട് ദ പ്രിൻറ്റിംഗ് ഈസ് എ ബിറ്റ് സ്മോൾ ഇൻ ദ കോപ്പി ദറ്റ് ഐ ബോട്ട്. അത്ര വലിയ പ്രിൻറ്റിംഗ് ഒന്നും അല്ല, അതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾക്കുണ്ടാകും. ഓടുന്ന വാഹനത്തിലൊന്നും വായിക്കാൻ പറ്റണമെന്നില്ല. അതർവൈസ് ഇറ്റ്സ് എ വെരി ഗുഡ് റീഡിങ് എക്സ്പീരിയൻസ്. It's a weightless book, so you don't have to worry about that also. Long hours of holding the book won't be a big problem for you. It's a weightless book. The price എന്ന് പറയുന്നത് when I bought it was 350 rupees on Amazon. I bought it from Amazon. I bought it online. So that is all about Valhalla Rising by Clive Cussler. ഇതിലെ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, അദ്ദേഹം ഡെഡിക്കേഷൻ ഞാൻ വായിക്കാം. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ തുടക്കത്തിൽ: ഐ ആം ഇനോർമസ്ലി ഗ്രേറ്റ്ഫുൾ ടു പെൻ സ്റ്റോർ, ഗ്ലോറിയ ഫാർലെ, റിച്ചർഡ് ഡി റോസറ്റ്, ടിം ഫെർമി, US submarines and my local fire department for their guidance and expertise. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിനും US സബ്മറീൻസിനൊക്കെയാണ് അദ്ദേഹം നന്ദി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ വിഷയത്തിൽ അത്യാവശ്യം ഗവേഷണം നടത്തി എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നോവലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കിത് വായിക്കാനുള്ള ഇൻസ്പിറേഷൻ എൻ്റെ ഈ വീഡിയോയിൽ ലഭിച്ചു എന്ന് കരുതുന്നു. ഈ വീഡിയോയുടെ ഉദ്ദേശം അതാണ്, വായിക്കാനുള്ള ഇൻസ്പിറേഷൻ ലഭിക്കുക. ബാക്കി വായന നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി വായിച്ചൊരു വീഡിയോ ഇടുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഈ നോവൽ മുഴുവൻ വായിച്ച വീഡിയോ ഇടണമെങ്കിൽ ഞാൻ ക്ലൈവ് കാസ്ലറിൻ്റെ ഫാമിലിയിൽ നിന്നും ട്രസ്റ്റിൽ നിന്നും അദ്ദേഹം മരണപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ആരാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് ഉള്ളത് അവരിൽ നിന്നും പബ്ലിഷറുടെ അടുത്ത് നിന്ന് പെൻഗ്വിനാണിത്, പെൻഗ്വിൻ്റെ അടുത്തൊക്കെ റിട്ടേൺ പെർമിഷൻ വാങ്ങി ചെയ്യണം. അതൊന്നും അവർ തരാൻ പോകുന്നില്ല. കാരണം ഈ നോവൽ ഈ പ്രിൻറ്റിലും അതുപോലെ തന്നെ പ്രോബബ്ലി ഫ്യൂച്ചർ മൂവീസിലോ വീഡിയോ ഗെയിംസിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അങ്ങനെ കമ്പ്യൂട്ടർ ഗെയിംസിലോ ഓക്കെ അങ്ങനെയൊക്കെ ഇത് ഉപയോഗിച്ചേക്കാം. സോ ദേ വോണ്ട് ബി ഗിവിംഗ് മീ എനി റൈറ്റ്സ് ഫോർ ദിസ്, ഫോർ റീഡിങ്, ഫോർ ക്രിയേറ്റിംഗ് ആൻ ഓഡിയോ ഫോർമാറ്റ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ തർജ്ജമ ചെയ്യണമെങ്കിൽ ഇവരിൽ നിന്ന് റൈറ്റ്സ് വാങ്ങണം, എന്നിട്ട് മലയാളം തർജ്ജമ ചെയ്ത് കേരളത്തിലെ പബ്ലിഷർ കൊണ്ട് പബ്ലിഷ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും. ഇറ്റ് കുഡ് ബി പോസിബിൾ. പിന്നെ ഇത് ഓഡിയോ ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് ഇവരുടെ തന്നെ ഓഡിയോ ബുക്സ് ഓൾറെഡി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല, പെയ്ഡിൽ അവൈലബിൾ ആണ്. audible.com എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ബുക്കിൻ്റെ ഓഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിജിറ്റൽ ബുക്ക് PDF അല്ലെങ്കിൽ കിൻഡിൽ ഫോർമാറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഡൗൺലോഡ് ചെയ്യാം, കിൻഡിൽ ഫോർമാറ്റ്. ആൻഡ് ഇഫ് യു വാണ്ട് എ പ്രിൻറ്റ് കോപ്പി, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് റീഡിങ് മീഡിയം പ്രിൻ്റ് ആണ്. കാരണം ഞാൻ പ്രിൻറ്റ് റീഡിങ്ങിൻ്റെ ഒരു ബിഗ് ഫാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രിൻ്റേ വായിക്കുള്ളൂ. ഡിജിറ്റൽ വായിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഈ ഡിവൈസ്, എൻ്റെ കയ്യിൽ അങ്ങനെ കിൻഡിൽ ഈ റീഡർ ഇല്ല. സോ പ്രോബ്ലം മീൻസ് എൻ്റെ കയ്യിലുള്ളത് ആകെ കൂടി ഒരു ഫോണാണ്. അതിൻ്റെ അകത്ത് ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. പിന്നെ പ്രിൻ്റ് വായിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചാർജ് ചെയ്യേണ്ട അങ്ങനത്തെ വിഷയങ്ങളൊന്നും വേണ്ട, സുഖമായിട്ട് വായിക്കുക, എവിടെ ഇട്ടിട്ട് പോകാം, നോ പ്രോബ്ലം. സോ അതുകൊണ്ട് തന്നെ പ്രിൻ്റ് തന്നെ വായിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. സോ ക്ലൈവ് കാസ്ലേഴ്സ് വാൽഹല്ല റൈസിംഗ്, ഡർക്ക് പിറ്റ് അഡ്വെഞ്ചർ, ഡർക്ക് പിറ്റ് നോവൽ. ഇതാണ് എൻ്റെ ബാക്ക് കവർ. സോ എല്ലാവർക്കും ഈ ഒരു പുസ്തകം ഒറ്റ കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നിങ്ങളുടെ ബുക്ക് ലൈബ്രറിയിൽ, ഹോം ലൈബ്രറിയിൽ നല്ലൊരു അഡീഷൻ ആയിരിക്കും ഇത്, നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളത് വാങ്ങി വായിക്കുക. അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും പുസ്തകങ്ങൾ ഞാൻ റിവ്യൂ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് നല്ലതാണോ മോശമാണോ വാങ്ങാൻ കൊള്ളാവുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവുമല്ലോ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ.
അപ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ സമയമില്ലാതെ എഴുതുക, നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യവുമില്ല സമയവുമില്ല, പക്ഷെ നിങ്ങൾക്കൊരു പുസ്തകം വാങ്ങണം, ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ വാങ്ങണം, വെറുതെ വീട്ടിലിങ്ങനെ കാണാൻ ഷോക്ക് ചെയ്ത് വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇനിയല്ല വായിക്കണം, നിങ്ങൾക്ക് വായിക്കാനുള്ള ഏറ്റവും നല്ല ബുക്ക് ഏതാണ്, ഞാൻ വായിക്കാത്ത ആളാണ്, വായിക്കാൻ നല്ലൊരു ബുക്ക്, ഇൻട്രസ്റ്റിംഗ് ആയ ബുക്ക് സജസ്റ്റ് ചെയ്യൂ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയണമെങ്കിൽ, എൻ്റെ സജഷൻ വേണമെങ്കിൽ, എൻ്റെ സഹായം വേണമെങ്കിൽ, ഐ എം ഓൾവേസ് ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ താഴെ രേഖപ്പെടുത്തിയാൽ മതി ഏതാണ് ബുക്ക് ഞാൻ വായിച്ച് റിവ്യൂ ചെയ്യേണ്ടത്. എനിക്ക് വായിക്കാൻ പിന്നെ ഓൾറെഡി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വായിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് അങ്ങനെയൊക്കെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വായിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാൻ എൻ്റെ താല്പര്യവും എൻ്റെ ഇഷ്ടവും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയാൻ ഇനി ഏതെങ്കിലും ബുക്ക് ഞാൻ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഞാനിങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എൻ്റെ റിവ്യൂവിന് അത്ര വലിയ ക്വാളിറ്റി ഉണ്ടെന്നും വലിയ എൻ്റർടൈനിങ് ആണെന്നും എനിക്ക് അഭിപ്രായമില്ല. സ്വാഭാവികമായിട്ട് ഒരു ബുക്ക് റിവ്യൂ ആണ്, സിനിമ റിവ്യൂ ഒന്നല്ലല്ലോ. ഇത് കാണുന്നവരെ 1000-ൽ ഒരാളായിരിക്കും കാണുന്നുണ്ടാവും, അവർക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുക. അങ്ങനത്തെ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അങ്ങനെ പറയാൻ കാരണം. അല്ലാതെ എൻ്റെ റിവ്യൂ പ്രത്യേകിച്ച് ഓബ്വിയസ്ലി എൻ്റെ റിവ്യൂ അത്രയ്ക്ക് പിന്നെ എൻ്റർടൈനിങ്ങും അങ്ങനെ ഭയങ്കരമായിട്ട് ഇരുന്ന് കാണാൻ തോന്നുന്നു ആവണമെന്നില്ല, സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഏതെങ്കിലും ഹെൽപ്പായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തേക്കാം, നോ പ്രോബ്ലം. വേറൊരു ബുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ബുക്കാണോ അതിനെക്കുറിച്ച് റിവ്യൂ ഇടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക, ഞാനൊന്ന് വായിച്ച് റിവ്യൂ ഇടാൻ ശ്രമിക്കാം. ഓക്കെ. ഇനി എഴുത്തുകാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്സ് ഞാൻ റിവ്യൂ ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ റിവ്യൂ ഇടാം. ഓക്കെ. അപ്പോൾ കുറച്ച് ആൾക്കാരിലേക്ക് അത് എത്താൻ സാധ്യതയുണ്ട്. അവർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക, വാങ്ങുകയൊക്കെ ചെയ്യാം. അങ്ങനെ താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതിൻ്റെ അബൌട്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനലിൻ്റെ അബൌട്ട് പേജിൽ ഇപ്പോൾ ഇൻസ്റ്റ ID കിട്ടും. ഇൻസ്റ്റയിൽ പോയി ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ, നേരിട്ട് നിങ്ങളോട് കോൺടാക്ട് ചെയ്യാൻ, നോ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ വായന എന്ന് പറയുന്നത് ഞാൻ തുടങ്ങി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഫോൺ അഡിക്ഷന് പറ്റിയ ഒരു മറുമരുന്നാണ്. ഞാൻ സത്യം പറയട്ടെ, ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ ടൈം വളരെയധികം കുറഞ്ഞു. ഇനി സർപ്രൈസ് വരുന്നുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ത്രില്ലിൽ ഞാൻ എന്ത് ചെയ്തു, ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചെറിയൊരു വിഷയം എനിക്ക് ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, ഭാഷയുടെ ഒരു വിഷയം. അതായത് ഒരു കുട്ടികളുടെ ഭാഷയാണെന്ന് എനിക്ക് തോന്നി ചില ഏരിയാസിലൊക്കെ. അതിന് പകരം വലിച്ചു തീർക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി എനിക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഓഥറിനെ സെലക്ട് ചെയ്ത് വായിക്കാൻ തുടങ്ങി. അതാണ് ജോൺ ഗ്രിഷം എഴുതിയ ആദ്യത്തെ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയൊരു പുസ്തകം. ജോൺ ഗ്രിഷമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജോൺ ഗ്രിഷം അമേരിക്കൻ എഴുത്തുകാരനാണ്. മിസിസിപ്പി ഭാഗത്താണ് അദ്ദേഹം ജനിച്ചത് വളർന്നതൊക്കെ, സദേൺ ഭാഗത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലുകളൊക്കെ വളരെ ഫേമസ് ആണ്, നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഇനി കേട്ടിട്ടില്ലാത്തവരും നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഞാനത് വായിച്ച് തീരാനായി, ഞാൻ വായിച്ച് തീർത്തോട്ടെ എന്നിട്ട് ഞാൻ വീഡിയോ ഇടാം. ജോൺ ഗ്രിഷം എന്ന അമേരിക്കൻ എഴുത്തുകാരൻ്റെ ഏറ്റവും ആദ്യത്തെ പുസ്തകം ഏതാണ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഗൂഗിളിൽ. ഓക്കെ. അറിയാത്തവരുണ്ടെങ്കിൽ എന്നിട്ട് താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ആൻസർ കിട്ടിയെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാൻ നോക്കാമല്ലോ. ജോൺ ഗ്രിഷം എന്ന അമേരിക്കൻ നോവലിസ്റ്റിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ബുക്ക്? വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ ഫസ്റ്റ് ബുക്ക് റിട്ടൺ ബൈ ജോൺ ഗ്രിഷം? ഇതാണ് നമ്മളെ നെക്സ്റ്റ് വരുന്ന ബുക്ക് റിവ്യൂ വീഡിയോസിൽ അടുത്ത വീഡിയോസിൽ അടുത്തത് കാര്യമില്ല, അടുത്തത് വേറൊന്ന് വരുന്നുണ്ട്. ഓൾറെഡി ഞാൻ വായിച്ചു വെച്ച, ഇതിന് മുമ്പ് ഞാൻ വായിച്ചു വെച്ചൊരു ബുക്കുണ്ട്, അത് ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അന്നാണ് ആക്ച്വലി ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടത് പോലും, പക്ഷേ അവനെ ഞാൻ തഴഞ്ഞിട്ട് ഇവനെ എടുത്തു, സോറി. ഓക്കെ. നമ്മൾ അവനെ അടുത്ത് തന്നെ കൊണ്ടുവരും. വേറൊരു ബുക്കുണ്ട്, കിടിലൻ ഒരു സൂപ്പർ സാധനമാണ്, അത് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാം അടുത്ത വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. ടേക്ക് കെയർ. ഹാവ് എ വണ്ടർഫുൾ ടൈം എവ്രിവൺ. പറ്റുന്നവരൊക്കെ ക്ലൈവ് കാസ്റ്റർ എന്ന എഴുത്തുകാരനെ വായിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു വായനാനുഭവമായിരിക്കും. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. പുസ്തക വായനയുമായി ബന്ധപ്പെട്ട കുറച്ച് വെബ്സൈറ്റ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം നെക്സ്റ്റ് വീഡിയോസിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ കുറച്ച് ലെങ്തി ആയി പോയതുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ടൈം. ബൈ.